എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8 ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 12th ചാപ്റ്ററാണ്. 12th ചാപ്റ്റർ ഒരു കവിതയാണ്, സുദാമ ചരിത്. ഇത് എഴുതിയിരിക്കുന്നത് നരോത്തം ദാസ് ആണ്. ഇതിൽ പറയുന്നത് സുദാമ എന്ന് വെച്ചാൽ കുചേലൻ കേട്ടോ. നമ്മൾ മലയാളത്തിൽ കുചേലൻ എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ കൃഷ്ണൻ്റെയും കുചേലൻ്റെയും സുദാമയുടെയും കൃഷ്ണൻ്റെയും കണ്ടുമുട്ടലിനെ കുറിച്ചാണ് ഇതിൽ കവി ഇതിൽ മെയിനായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കൃഷ്ണനും സുദാമയും കുട്ടിക്കാലത്തെ ചങ്ങാതിമാരാണ്. പിന്നെ വലുതായി കൃഷ്ണൻ മധുരയിലേക്ക് വരും. ദ്വാരക വലിയ രാജാവും രാജകൊട്ടാരമൊക്കെ ആയിട്ട് താമസിക്കുന്ന കാലമായിരിക്കും. പക്ഷേങ്കിൽ കുചേലൻ്റെ അവസ്ഥ, സുദാമയുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും. അപ്പോൾ സുദാമയുടെ പത്നി സുദാമയെ കൊണ്ട് പറയും, ചങ്ങാതി, നിങ്ങളുടെ ചങ്ങാതിയില്ലേ, വലിയ ആളെ രാജാവൊക്കെ അല്ലേ, വലിയ ആളൊക്കെ അല്ലേ, എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോൾ അപ്പോൾ സുദാമ വരുന്നതും കൃഷ്ണൻ സ്വീകരിക്കുന്നതും ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെയാണ് കവിതയിൽ കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പറഞ്ഞാൽ എന്താണ്, സുദാമ और कृष्ण एक दूसरे के बचपन के मित्र है. പിന്നെന്താണ്, बड़े होने के बाद श्री कृष्ण मथुरा आते हैं और बहुत बड़ा राजा बन जाते हैं. പിന്നെന്താണ്, സുദാമയുടെ അവസ്ഥയോ, സുദാമ बहुत गरीबी जीवन बिताता है अല്ലേ, ഭയങ്കര ദയനീയ അവസ്ഥയായിരിക്കും. അപ്പോൾ പത്നി कहती है कि अपने मित्र से मिलो, वो बहुत बड़ा राजा है, कुछ तो मदद करेंगे, कुछ तो സഹായത करेंगे. അങ്ങനെ വരുന്ന സമയമാണിത്. അപ്പോൾ നോക്കാം. सीस पगाना जंगन में प्रभु जाने को आही बसे को ही ग्रामा. धोती फटी सी लटी दुपटी अरु पाय उपानह को नाही सामा. द्वार खड़ो द्विज दुर्बल एक रहियो चकिसो वसुधा अभिरामा. पूछत दीन दया बतावत आपनो नाम सुधाമ. ഇതിലാദ്യം വേർഡ്സുകളുടെ മീനിങ്സ് നോക്കാം. സീസ് എന്ന് പറഞ്ഞാൽ സിർ, തല, സിർ. പക എന്ന് പറഞ്ഞാൽ പഗടി, പറഞ്ഞാൽ ടർബൻ, തലയിൽ കെട്ടില്ലേ അത്. ജങ്ക പറഞ്ഞാൽ കുർത്ത, പറഞ്ഞാൽ മേലെ ഇടണ വസ്ത്രം. കുർത്തയോ ഷർട്ടോ എന്തെങ്കിലും ആവാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുർത്തയാണ്, മേലെ ഇടണ വസ്ത്രം എന്തായാലും. എന്ന് പറഞ്ഞാൽ തന്നെയാണ് ശരീരം. പ്രഭു ഈശ്വരൻ ശ്രീകൃഷ്ണൻ. പിന്നെ ധോത്തി എന്ന് പറഞ്ഞാൽ മുണ്ട്, താഴെ ഉടുക്കുന്നത്, അരയ്ക്ക് താഴെ ഉടുക്കുന്നത്. ഫട്ടി എന്ന് പറഞ്ഞാൽ കീറിയത്, കീറിയത്. ലട്ടി ദുപ്പട്ടി, ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ദുപ്പട്ടയില്ലേ, അതിന് തന്നെയാണ് ദുപ്പട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ദ്വാര പറഞ്ഞാൽ വാതിൽ, ദർവാജ. ഖടോ പറഞ്ഞാൽ ഖടാഹെ, നിൽപ്പുണ്ട് എന്നൊക്കെ തന്നെയാണ്. ദ്വിജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണൻ, ദുർബലൻ തന്നെയാണ്. ചക്കിസോ എന്ന് പറഞ്ഞാൽ അത്ഭുതം, ചക്കിത്ത് രഹന എന്ന് പറയില്ലേ, അത് തന്നെയാണ് അത്ഭുതം, ആശ്ചര്യം. വസുധ ധർത്തി, ഭൂമി. അഭിരാമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, സുന്ദർ എന്ന് പറയാം. പൂച്ചന ചോദിക്കുക. ദീൻദയാൽ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ധാം സ്ഥാൻ ഒക്കെ കഴിഞ്ഞു. ഇനി നോക്കാം. സീസ് പഗാന ജംഗ തന്മേ പ്രഭു ജാനേ കോ ആഹി ബസേ കോ ഹി ഗ്രാമ. അപ്പോൾ പറയുന്നത് തലയിൽ പിന്നെ പകിടിയില്ല, തലയിലൊന്നും പകിടിയില്ല, കെട്ടിയിട്ടില്ല. പിന്നെന്താണ്, ജങ്കാ തനുമേ, ദേഹത്ത് ശരീരത്തിൽ കുർത്തയില്ല, ഷർട്ടോ കുർത്തയോ പറഞ്ഞാൽ മേൽഭാഗത്ത് ഒന്നും ധരിച്ചിട്ടില്ല. പ്രഭു ജാനേക്കോ അഹി ബസേ കെഹി ഗ്രാമ. ആ പ്രഭു ആരാന്നറിയില്ല, ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന് പറയുന്നത്. ധോത്തി ഫട്ടി സി ലട്ടി ദുപ്പട്ടി. ധോത്തി മുണ്ടാണെങ്കിൽ എന്താണ്, കീറിയതാണ്. പിന്നെ ഒരു ദുപ്പട്ട ഇട്ടിട്ടുണ്ട്, അതിങ്ങനെ തൊങ്ങിപ്പോണ ഒരു വിധത്തിൽ ഒരു ദുപ്പട്ട ഇട്ടിട്ടുണ്ട്, കീറിയ മുണ്ടും. അരൂപായ ഉപാനഹക്കോസ് നഹി സാമ. അരൂപായ നഹി സാമ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഉപാനഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വിട്ടുപോയല്ലേ പറയാൻ, ജൂത്ത, അത് ബാക്കിലുണ്ട്, ജൂത്ത ചെരുപ്പ്. അപ്പോൾ പറയണത് പായ ഉപാനഹക്കോ നഹി സാമ, കാലിൽ ചെരുപ്പും ഇല്ല പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ന സെർമേ പഗടി, പിന്നെന്താണ് ന തന്മേ കുർത്ത, പിന്നെന്താണ് ന പൈറോമേ ജൂത്ത, ഇതൊന്നുമില്ല. പിന്നെന്താണ് ഫട്ടീസി ധോത്തി, ഇങ്ങനെയൊക്കെയാണ് വേഷങ്ങൾ. ദ്വാർ ഖടോ ദ്വിജ് ദുർബൽ ഏക്. അവിടെ വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ദർവാജയ്ക്ക് പാസ് കോയി ഖടാ ഹെ, അങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ദ്വിജ് ദുർബൽ, ഒരു ബ്രാഹ്മണനെ പോലെ ഉണ്ട്, ദുർബലമായിട്ടുള്ള, പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള, കാണാൻ വളരെ വീക്കായിട്ടുള്ള ദുർബലനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. രഹിയോ ചക്കിസോ വസുധ അഭിരാമ. രഹിയോ ചക്കിസോ, അത്ഭുതമായിട്ട്, എന്താണ് അവിടെ ആ പിന്നെ രാജകൊട്ടാരത്തെ നോക്കിക്കൊണ്ട്, ആ സുന്ദരമായിട്ടുള്ള കൊട്ടാരത്തിനെ പിന്നെ ആ
അടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെയുള്ള എല്ലാ ബിൽഡിങ്ങും പറയണ പോലെ എല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൂച്ചത്ത് ദീൻ ദയാൽ കോ ധാം. പിന്നെന്താ ചോദിച്ചത്? ദീൻ ദയാലിൻ്റെ, കൃഷ്ണൻ്റെ പിന്നെ ധാം, സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഈശ്വരനെ ചോദിച്ചു, ശ്രീകൃഷ്ണനെ ചോദിച്ചു, ശ്രീകൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ എന്താണ്? ബതാവത്ത് അപ്പനോ നാമ സുധാവ. ബതാദിയ പറഞ്ഞാൽ പറഞ്ഞു. എന്താണ് ബതാവത്ത് പറഞ്ഞാൽ? ബതാദിയെ. അപ്പനോ നാമ അവരുടെ സ്വന്തം പേര് സുധാമ എന്ന് പറഞ്ഞു എന്നാണ്. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ഇതിൽ തന്നെ ക്ലിയർ ആണ് കാര്യങ്ങൾ. प्रस्तुत पंक्तियों में कवि द्वारका के द्वार पर श्री कृष्ण से मिलने आए सुदामा का वर्णन करते हैं. അപ്പം ഇതിൽ മെയിനായിട്ട് എന്താണ് കവി പറയുന്നത്? അവിടെ വാതിലിൻ്റെ അടുത്ത് വന്ന് നിന്ന് ശ്രീകൃഷ്ണനെ കാണാൻ ആഗ്രഹിച്ചിട്ട് അവിടെ ആ ദ്വാരപാലിൻ്റെ അടുത്ത് പറയും അല്ലേ. അപ്പം അങ്ങനെ നിൽക്കുന്ന സുദാമയെക്കുറിച്ചാണ് ഇതിൽ മെയിനായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് കവി. സുദാമ ദ്വാരപാൽ സെ ശ്രീകൃഷ്ണ സെ മിൽനെ കാ ആശ ജതാത്തെ ഹെ. അപ്പോൾ ദ്വാരപാലിൻ്റെ അടുത്ത് പറയും പിന്നെ ശ്രീകൃഷ്ണനെ കാണണം എനിക്ക് ഒന്ന്. द्वारपाल आकर श्री कृष्ण से कहता है कि कोई आया है आपसे मिलने के लिए. അപ്പോൾ ദ്വാരപാൽ വന്നിട്ട് എന്ത് പറയും? ആ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറയും നിങ്ങളെ കാണാൻ, ഭഗവാനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ജിൻകാ നാഹി സർ പർ പഗടി ഹെ. അവരുടെ എന്താണ് തലയിൽ പഗടിയില്ല. ഓർ നാഹി തന്മേ കുർത്ത ഹെ. ശരീരത്തിൽ കുർത്തയില്ല. ഫട്ടി ധോത്തി പെഹനെ ഹെ. കീറിയ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. ഓർ മേലി ദുപ്പട്ട ഓടെ ഹെ. ചെളിയായ ദുപ്പട്ടയാണ് പൊതച്ചിരിക്കുന്നത്. ദർവാജെ പർ വഹ ദുർബൽ ബ്രാഹ്മൺ മെഹൽ കി സുന്ദരത കോ ദേഖ് ഖടാ ഹെ. അപ്പോൾ അവിടെ വാതിലിൻ്റെ അവിടെ എന്താണ് ആ ദുർബലനായിട്ടുള്ള ബ്രാഹ്മണൻ ആ രാജകൊട്ടാരത്തിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെ മോള് തൊട്ട് താഴെ വരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവിടെ. ബഹുത് ദൂർ ഗാവ് സെ ആയാ ഹെ. വളരെ ദൂരത്തുനിന്ന് ഏതൊരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഓർ അപ്നാ നാം സുദാമ ബത്താത്ത ഹെ. ഇപ്പോൾ സ്വന്തം പേരെന്താന്ന് പറയുന്നത് സുദാമ എന്നാണ് പറഞ്ഞത്. ആപ്കെലിയെ പൂച്ച് രഹാ ഹെ. താങ്കളെ ചോദിക്കുന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ऐसे बेहाल बिवाइन सो पग कंटक जाल लगे पुनि जोई. हाय महा दुख पायो सखा तुम आए इते न किते. देखी सुदामा की दीन दशा करुणा करी गई करुणा निधि रोए. पानी परात को हाथ छुयो नहीं नैनन के जल सो पग धोए. മീനിങ്സ് നോക്കാം കേട്ടോ, വേർഡ്സിൻ്റെ മീനിങ്സ്. ആസ് എ ബേഹാൽ. ബേഹാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയമായ അവസ്ഥ. ബുറാഹാൽ അതന്നെ. ബുറാഹാൽ, ബേഹാൽ, ബുറാഹാൽ. ഹാൽ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, ബുറ പറഞ്ഞാൽ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ബിവായിൻ സോ. ബിവായിൻ സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫട്ടി എഡിയ. ഫട്ടി എഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിണ്ട് കീറിയിട്ടുള്ള കാലിൻ്റെ കുതികളൊക്കെ. എടി എന്നൊക്കെ പറയുന്നത് മെയിനായിട്ട് കാലിൻ്റെ കുതിയൊക്കെയാണ്. പിന്നെ പഗ്, കണ്ടക്ക്. കണ്ടക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണ്ട, മുള്ള്. കാണ്ട, മുള്ള്. പിന്നെ പുനി ജോയെ എന്ന് പറഞ്ഞാൽ നിക്കാൽന. നിക്കാൽന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുക്കുക. നിക്കാൽന എന്ന് പറഞ്ഞാൽ എടുക്കുക കേട്ടോ. പിന്നെ ഏതാണ് മീനിങ്? മഹാദുഃഖം, മഹാദുഃഖം തന്നെയാണ്. സഖാ പറഞ്ഞാൽ മിത്രം. കിത്തേ ദിൻ. കിത്തേ ദിൻ പറഞ്ഞാൽ ഇത്രയും ദിവസം. അതിൻ്റെ അർത്ഥം ഇത്തനാ ദിൻ, കിത്തനേ ദിൻ എന്നൊക്കെ പറയാം. പിന്നെ അടുത്തത് കരുണാനിധി. കരുണാനിധി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഭഗവാനെ, ശ്രീകൃഷ്ണനെയാണ്. ദേക്കി സുദാമാക്കി ദീൻ ദശ. ദശ എന്ന് പറഞ്ഞാൽ ദശ, അവസ്ഥ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് ലൈന് പാനി പറാത്ത്. പാനി പറാത്ത്. പറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഓപ്പൺ ആയിട്ടുള്ള ഒരു വലിയ തളിക എന്നൊക്കെ പറയില്ലേ, താലം എന്നൊക്കെ പറയില്ലേ, കുറച്ച് ഡീപ്പായിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് കാലതിൽ വെച്ച് കഴുകി കൊടുക്കാൻ മാത്രം ഉള്ള വലിയ പാത്രം. അങ്ങനത്തെ ഉള്ളതിനാണ് പറാത്ത് എന്ന് പറയുക കേട്ടോ. ചുയോ നെഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടിട്ടില്ല. നേനൻ. നേനൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. നേനനിക്ക് ജലസോ പഗ്. നേനനിക്ക് ജൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻസു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിയേഴ്സ്, കണ്ണുനീര്. പഗ് എന്ന് പറഞ്ഞാൽ പേരട്ടോ, കാല്. അപ്പം ഇനി മീനിങ്സ് നോക്കാം, ഇത് മൊത്തത്തിൽ നോക്കാം, അർത്ഥം നോക്കാം. ആസ് എ ബേഹാൽ ബിവായിൻ സോ. ഇങ്ങനെ ഒരു ഭയങ്കര പിന്നെ ബുറാഹാൽ, ഭയങ്കര ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. എന്താ കാലിൻ്റെ കുതികളെല്ലാം വിണ്ട് കീറി പൊട്ടിയിട്ടായിരുന്നു സുദാമയുടെ. പിന്നെന്താണ്? പഗ് കണ്ടക്ക് ജാൽ ലഗേ പുനി ജോയെ. പിന്നെ കാലിൽ എന്തായിരുന്നു? കണ്ടക്ക്, മുള്ളൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു, കുറേ മുള്ളൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ എടുത്തു കൊടുക്കാൻ, അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അതൊക്കെ എടുത്തു കൊടുത്തു. ഹായ് മഹാദുഃഖ പായോ സഖാ തും ആയേ ഇത്തനെ ന
കിത്തേ ദിൻ ഖോയെ നിനക്ക് വളരെ ദുഃഖമാണ്, മഹാദുഃഖമാണെന്നാണ് തോന്നുന്നത് സഖാ മിത്രം. നീ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം എൻ്റെ അടുത്ത് വരാതിരുന്നത്? എനിക്കും നിന്നെ കാണാതെ വളരെ മഹാദുഃഖമായിരുന്നു, എനിക്കും വലിയ ദുഃഖമായിരുന്നു നിന്നെ കാണാതെ എന്നൊക്കെയാണ് പറയണത്. തും ആയ ഇത്തിനെ കിത്തേ ദിൻ ഖോയെ, നീ ഇത്ര ദിവസം എന്തുകൊണ്ട് വന്നില്ല? കിത്തേ ദിൻ ഖോയെ പറഞ്ഞാൽ ഞാൻ എത്ര ദിവസം നിന്നെ ഖോയെ എന്ന് പറഞ്ഞാൽ മിസ് ചെയ്തു, നിന്നെ കാണാതിരുന്നു, എനിക്കും വലിയ ദുഃഖമായിരുന്നു. ദേഖി സുദാമാക്കി ദീൻ ദശ, സുദാമയുടെ ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ടു. എന്നിട്ട് കരുണാകരിക്കൈ കരുണാനിധി റോയെ, അപ്പം ശ്രീകൃഷ്ണൻ കരയാൻ തുടങ്ങി അത് കണ്ടിട്ട്. കരുണാനിധി റോയെ. പാനി പരാത് കോ ഹാത്ത് ചുയോ നഹി, അപ്പോൾ വെള്ളം കൊണ്ടുവന്നു. എന്തിനാണ്? സുദാമയുടെ കാല് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൊണ്ടുവന്നത്. പറാത്ത് അതന്നെ വലിയ തളിക പോലത്തുള്ളത്, താലം പോലത്തുള്ള അതിൽ വെള്ളം കൊണ്ടുവന്നു. പക്ഷേങ്കിൽ എന്താണ്? ഹാത്ത് ചുയോ നഹി, അതിൽ കൈയും കൂടി വെച്ചിട്ടില്ല, അത് കൈകൊണ്ട് തൊട്ടതേ ഇല്ല എന്നാണ് പറയണത്. നേനനിക്ക് ജൽ സോ ഭഗ്ദോയെ, കണ്ണിലെ വെള്ളത്തും കൊണ്ട് പറഞ്ഞാൽ കണ്ണുനീര് കൊണ്ട്, നയനൻകെ ജൽ കണ്ണുനീര് കൊണ്ട്, സോ പഗ് ധോയെ, സോ പഗ് എന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ടുള്ള കാല്, പറഞ്ഞാൽ വിണ്ട് കീറിയിട്ടൊക്കെ ഉള്ള മുള്ളൊക്കെ കൊണ്ട് കാല്, സോ പഗ് അതുപോലുള്ള കാല്, പഗ് ധോയെ കഴുകി കൊടുത്തു. അപ്പോൾ വെള്ളം കൊണ്ടുവന്ന് അതിനെ കൊണ്ട് കഴുകി കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. എന്താണ്? കണ്ണുനീര് കൊണ്ട് തന്നെ പിന്നെ സുദാമയുടെ കാല് കഴുകി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. दिए गए पंक्तियों में कवि के कहना है कि द्वारपाल की बात सुनकर कृष्ण दौड़कर बाहर आते हैं. അപ്പോൾ ഈ ദ്വാരപാൽ പോയി പറഞ്ഞതനുസരിച്ചിട്ട് കൃഷ്ണൻ ഓടി വെളിയിലേക്ക് വരും. എന്നിട്ട് ബേഹാൽ സുദാമക്കോ ദേഖ്തേ ഹെ, വളരെ ദയനീയമായ അവസ്ഥയിലുള്ള സുദാമയെ കണ്ടു. और उनके फटी एड़ी वाले पैरों से कांटे निकाल देते हैं. അപ്പോൾ പിന്നെ വിണ്ട് കീറിയ കാലിൽ നിന്ന് എന്താണ്? पैरों से कांटे निकाल देते हैं, മുള്ളക്ക എടുത്തു മാറ്റി കൊടുക്കും കാലിൽ നിന്ന്. ശ്രീകൃഷ്ണ कहते हैं कि तुम इतने दिन कहाँ थे. എന്താ ചോദിക്കുന്നത്? നീ ഇത്ര ദിവസം എവിടെയായിരുന്നു? തുംസെ അലഗ് ഹോക്കർ മുझे बहुत दुख हुआ, നിന്നെ ഒന്ന് വേർപെട്ടിട്ട് എനിക്കും വളരെ ദുഃഖം ഉണ്ടായിരുന്നു. സുദാമക്ക ദയനീയ സ്ഥിതി ദേക്കർ കൃഷ്ണ റോനെ ലഗെ, അപ്പോൾ സുദാമയുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് കൃഷ്ണൻ കരയാൻ തുടങ്ങി. സുദാമയ്ക്ക് पैर धोने के लिए परात में पानी लाए, ആ വലിയ താലത്തിൽ അതിൽ വെള്ളം കൊണ്ടുവന്നു കഴുകി കൊടുക്കാൻ, കാല് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട്. പർ ഹാത്ത് നഹി ലഗായ, പക്ഷേ അതിൽ കയ്യെ വെക്കേണ്ട ആവശ്യമേ വന്നില്ല, വെച്ചില്ല. അപ്നെ ആസു സെഹി സുദാമാക്ക പേർ ധോയെ, കണ്ണുനീര് കൊണ്ട് തന്നെ സുദാമയുടെ കാല് കഴുകി കൊടുത്തു കൃഷ്ണൻ. कचू भाभी हमको दियो सो तुम काहे न देत, चापी पोटरी खाक में रहे कहो के ही है तू. आगे चना गुरुमाता दये थे लये तुम चाबी हमें नहीं देने. श्याम कहो मुस्काए सुदामा सो चोरी की बान में हो जू प्रवीणी. पोटरी खाक में चापी रहे तुम खोलत नाही सुदा रस भीने. पाचली बानी अजो न तजो तुम तैसई भाभी के तंदुल कीने. ഇതിൽ മീനിങ്സ് നോക്കാം. കച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച്, ഭാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തിയമ്മ, ബ്രദറിൻ്റെ വൈഫ് അതിനാണ് ഭാബി എന്ന് പറയാം. പിന്നെ കാഹേന ദേത്ത് പറഞ്ഞാൽ എന്തുകൊണ്ട് തരുന്നില്ല, എന്താ കാരണം, കിസ് കാരൺ സേ അതിൻ്റെ അർത്ഥം. ചാപ്പി എന്ന് പറഞ്ഞാൽ ഒളിച്ചു വയ്ക്കുക, ചിപ്പാന, ഹിന്ദിയിൽ ചിപ്പാന പറയുക, ഒളിച്ചു വയ്ക്കും. പോട്രി എന്ന് പറഞ്ഞാൽ പൊതി, അതിന് ഹിന്ദിയിൽ ശരിയായിട്ടുള്ള വേർഡ് പോട്ട്ലി എന്ന് പറയും. പോട്ട്ലി ല എന്നാണ് പറയുക കേട്ടോ, പൊതി ര എന്നല്ല, പക്ഷെ അത് കവിതയിൽ അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ചാബി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചബാന, ചവയ്ക്കുക, ച്യൂയിങ്, വായ കൊണ്ട് ചവയ്ക്കണത് തന്നെയാണ് ചാബി. പിന്നെ പ്രവീണെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുശലമായിട്ടുള്ളതെന്നൊക്കെ പറയില്ലേ, വളരെ സ്മാർട്ടായിട്ട്, അതിന്. പാച്ചിലി ബാനി അജോ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, പാച്ചിലി പറഞ്ഞാൽ പിച്ചിലി, കഴിഞ്ഞത്, പ്രീവിയസ്. അപ്പം പഴയ സ്വഭാവം, പുരാനി ആദത്ത് എന്ന് പറയാം. പാച്ചിലി ബാനി പഴയ സ്വഭാവം, പിച്ചിലി ആദത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ പെഹലേക്ക് ആദത്ത് എന്നൊക്കെ പറയാം. തജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുകളയുക, അതിൻ്റെ അർത്ഥം ചോടന. പിന്നെ തന്നിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമ്മാനം, തോഫ എന്നൊക്കെ പറയാം. ഹിന്ദിയിൽ ഉപഹാർ, തോഫ, ബേണ്ട് എന്നൊക്കെ പറയാം തന്തുലിന്. പിന്നെ നോക്കാം. കച്ചു ഭാബി ഹംകോ ദിയോ സോ തും കാഹെ ന ദേത്ത്. ഭാബി കുച്ച് ദിയെ ഹെ മേരെ ലിയെ എന്ന് പറയണത്, ഭാബി ചേട്ടത്തിയമ്മ എനിക്ക് എന്തോ തന്നിട്ടുണ്ട്, കുച്ച് ദിയെ ഹെ എന്തോ തന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ
സോ തും കാഹേ ന ദേത്ത്, നീ എന്തുകൊണ്ട് എനിക്കത് തരാത്തത്? തും കാഹേ ന ദേ ക്യൂ നെയ് ദേത്തെ ഹോ മുझे ക്യൂ നെയ് ദേത്തെ ഹോ, എനിക്ക് എന്താ അത് തരാത്തത്? ചാപ്പി പോട്രി ഖാക്ക് മേ റഹേ കഹോ കെ ഹി ഹേതു. ആ പോട്രി, ആ പൊതി നീ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? കാക്ക് മേ. കാറുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? പിന്നെ കൈയിൻ്റെ ഇടയിൽ ആ കക്ഷമില്ലേ ഇങ്ങനെ കൈ പൊന്തിച്ച് ഇങ്ങനെ നമ്മൾ ഒളിപ്പിച്ചു ആ കക്ഷത്തിൻ്റെ അങ്ങോട്ടും. അപ്പോൾ കാക്ക് നൈനെയാണ് പറയുക കേട്ടോ. അപ്പോൾ നീ കൈയിൻ്റെ ഇടയിൽ എന്തിനാണ് അതിനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? ചാപ്പി പോട്രി ഖാക്ക് മേ, പോട്രി കോ കാക്ക് മേ ക്യൂ ചിപ്പായ ഹേ, റഹേ കഹോ കെ ഹി ഹോ ഹേതു. എന്താ അതിൻ്റെ കാരണം പറയാം. ആകെ ചന ഗുരുമാതു ദയേ ലയേ തും ചാബി ഹമേ നഹി ദേനോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഇതുപോലെ തന്നെയാണ്. എന്താണ്? ഗുരുമാതാവ് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഗുരുകുലത്തിലുള്ള സമയത്ത് ഗുരുമാതാവ് ചന എന്ന് പറഞ്ഞാൽ കടല, കടലയൊക്കെ തരുന്ന സമയത്ത് എങ്ങനെയാണ്? നീ അതിനെ തും ചബാത്തെ രത്തെ, അതിൻ്റെ അർത്ഥം എന്താണ്? നീ തിന്നുകൊണ്ടിരിക്കും, പക്ഷേങ്കിൽ എനിക്ക് തരില്ല. എനിക്ക് തരാണ്ട് നീ എൻ്റെ പിന്നെ എനിക്കുള്ളതും കൂടിയിട്ട് നീ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും, എനിക്ക് തരാണ്ട് എന്നാ പറയണേ. ശ്യാം കഹിയോ മുസ്കായ് സുദാമ സോ. അപ്പോൾ ശ്യാം കഹിയോ, ശ്യാം പറഞ്ഞു, അതിൻ്റെ അർത്ഥം കറിഞ്ഞു. മുസ്കായ സുദാമ സോ. അപ്പോൾ സുദാമ എന്തിനാ? അപ്പോൾ സുദാമ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ശ്യാം ഇങ്ങനെയൊക്കെ പറയേണ്ട സുദാമ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചോരി കി ബാൻ മേ ഹൂ ജോ പ്രവീണേ. നീ ചോരി ചെയ്യാൻ, ചോരി മേ തും ബഹത് കുശൽ ഹോ. അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ നീ ഇപ്പോഴും മോഷ്ടിക്കാൻ ഭയങ്കര പ്രാവീണ്യമാണ്, നീ ഭയങ്കര കുശലതയാണ് നിനക്ക് ഇപ്പോഴും മോഷ്ടിക്കാനല്ലേ, പണ്ടത്തെ പോലെ തന്നെയാണ് നീ എന്നൊക്കെയാണ് പറയണത്. പോട്രി ഖാക്ക് മേ ചാപ്പി രഹേ തും. നീ ആ പൊതി എന്താണ്? കൈകളുടെ ഇടയിൽ നീ ഇപ്പോഴും അതിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കോലത്ത് നാഹി സുധാരസ് ഭീനെ. നീ അതിനെ കോലത്ത് നാഹി പറഞ്ഞാൽ തും നഹി കോലത്തെ ഹോസ്കോ, നീ അതിനെ തുറക്കണേ ഇല്ല. സുധാരസ് ഭീനെ, സുധ എന്ന് പറഞ്ഞാൽ മധു, എന്താ പറയുക, അമൃത്. അമൃതിൻ്റെ ആ മണമുള്ള, രസ് ഭീനെ, ആ മണമൊക്കെ ഉള്ള ആ സാധനം, ആ പൊതി എന്താണെന്നറിയില്ല, അത് പക്ഷെ നീ എനിക്ക് തരുന്നില്ല എന്നാ പറയുന്നത്. അത് നീ തുറക്കുന്നില്ല, എനിക്ക് തരുന്നില്ല. പാച്ചിലി ബാനി അജോ. നിൻ്റെ പഴയ സ്വഭാവം ന തജോ തും, നീ അത് വിട്ടിട്ടില്ല അല്ലേ എന്ന് പറയുന്നത്. തുമാരി പിച്ചിലി അത് തും ചോടെ നഹി, പിച്ചിലി ബാനി അജോ ന തജോ തും, നീ അത് വിട്ടിട്ടില്ല ഇനിയും. തൈസയി ഭാബിക്ക് തന്തുലുക്കീനോ. എന്തായാലും ആ ഭാബി തന്ന, ചേട്ടിയമ്മ തന്ന ആ ഉപഹാരം, ആ തോഫ, ആ സമ്മാനം എന്താണത്? നീ എനിക്ക് കാണിക്കാതെ എന്തുകൊണ്ടാണ് അതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. सुदामा से मिलने के बाद कृष्ण के बातों का कवि इन पंक्तियों में वर्णन किए हैं. അപ്പോൾ സുദാമേനെ കണ്ടതിന് ശേഷം, സുദാമയെ കണ്ടു, സൽക്കരിച്ചു, കാലൊക്കെ കഴുകി കൊടുത്ത് അവിടെ ഇരുത്തി. പിന്നെ എന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം എന്താ പറയുന്നത്? അതിൻ്റെ വർണ്ണനാണ്, അതിൻ്റെ പറ്റിയിട്ടാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാബി ജോ മേരെ ലിയെ കുച്ച് ദിയേ ഹേ. അപ്പോൾ ഭാബി, ചേട്ടത്തിയമ്മ എനിക്ക് എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ, തും മുझे വഹ ക്യൂ നഹി ദേ രഹേ ഹോ, നീ എനിക്ക് എന്തുകൊണ്ട് അത് തരാത്തത്? പോട്ട്ലി ക്യൂ ചുപ്പാ രഹേ ഹോ, ആ പൊതി നീ എന്തുകൊണ്ടാണ് ഒളിപ്പിച്ച് വെക്കുന്നത്? ഗുരുമാതാ ജബ് ചനെ ദേത്തി തീ तो तुम मुझे दिए बिना खाते थे. അതാ കടൽ തന്നിട്ടുണ്ടായിരുന്ന സമയത്ത് നീ എനിക്കത് തരാണ്ട് നീ തിന്നുമായിരുന്നു. വൈസെ ഹി തും അഭി ഭാബി ദിയെ ഉപഹാർ മുझे ക്യൂ നഹി ദേത്തെ ഹോ. അതേപോലെ തന്നെ നീ ഇപ്പോൾ ഭാബി തന്ന ആ ഗിഫ്റ്റ്, ഉപഹാർ എന്തുകൊണ്ടാണ് നീ എനിക്ക് തരാത്തത്? തും അഭി ചോരി കർണേമേ കുശൽ ഹോ. ഇപ്പോഴും നീ മോഷ്ടിക്കാൻ നീ ഭയങ്കര കുശലാണ്, നീ ഭയങ്കര മോഷ്ടിക്കാൻ നീ ഭയങ്കര പ്രാവീണ്യമാണ് നിനക്ക് എന്നാ പറയണത്. പറഞ്ഞാൽ ഇപ്പോഴും നീ അതിനെ ഒളിപ്പിച്ച് വെക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ചിപ്പാ രഹേ ഹോ ഉസ് പോട്ട്ലി കോ ജിസ്മേ അമൃത് കാ സുഗന്ധ ഹേ. ആ പോട്ട്ലി, ആ പൊതിയെ നീ എന്തുകൊണ്ടാണ് ഒളിപ്പിച്ച് വെക്കണേ? അതിൽ അമൃതത്തിൻ്റെ സുഗന്ധം. ക്യാ അപ്പനി പിച്ചിലി ആദത്ത് അഭി നഹി ചോ. പഴയ സ്വഭാവം ഇനിയും നീ വിട്ട് കളഞ്ഞിട്ടില്ലേ? ദിയേ ഗേ ചാവലോं സേ ഭി കർ രഹേ ഹോ. ഭാബി എനിക്ക് ചാവൽ, അരി, നമ്മളിവിടെ അവില എന്ന് പറയും, പക്ഷേ ഇതിൽ പറയുന്നത് അരി എന്നാണ് കേട്ടോ. അപ്പം അത് നീ ഏസെ ഹി കർ രഹേ ഹോ, അതും നീ അതുപോലെ തന്നെയാണ് ചെയ്തത്. എൻ്റെ ഇന്ന് മറച്ചു വെക്കണം, ഒളിച്ചു വെക്കുക നീ ഇപ്പം ചെയ്യുന്നത്. वह पुलकनी वह उठी मिलनी वह आदर की बात वह पटवनी गोपाल की कचू न जानी जात घर घर कर ओढ़त फिरे तनक दही के काज कहा भयो जो अब भयो हरि को राज समाज हो आवत नाही हुतौ वाही पठयो ठेली अब कही हौ समुचाई कई बहुधन धरो. ഇതിൻ്റെ മീനിങ്സ്, പുലക്കനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമാവുക, ഖുഷ് ഹോന, ഖുഷ് ഹോക്കർ എന്ന് പറയുക, സന്തോഷിച്ചിട്ട്. ഉഠി മിലനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗലെ മിൽന പറഞ്ഞാൽ ഹഗ് ചെയ്യുക, ഗലെ മിൽന ഹഗ് ചെയ്യുക.
വഹ ആദർ കി ബാത്. പിന്നെ പട്വനി, പട്വനി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, എന്തെങ്കിലും കൊടുത്തു വിടുക. പറഞ്ഞാൽ പിന്നെ ഒരു മീനിങ് കൂടിയുണ്ട്, പഠാന എന്ന് പറയും. പഠാന എന്ന് പറഞ്ഞെങ്കിൽ പറ്റിക്കുക, പറ്റിക്കുക എന്ന് പറയില്ലേ, അതന്നെ. ഗോപാൽ ശ്രീകൃഷ്ണനെ പറയണതാണ്. പിന്നെ ജാത്ത്, ജാനി ജാത്ത്, ജാത്ത് എന്ന് പറഞ്ഞാൽ ജാതി. ഗർ ഗർ കർ ഓടത്ത് ഫിരേ. ഓടത്ത് ഫിരേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി നടന്നിട്ട് അവിടെ ഇവിടെയും കറങ്ങി നടക്കുക എന്ന് പറയില്ലേ. ഇധർ ഉധർ ഫിർന, ഇധർ ഉധർ ഘൂമന, അതിനാണ് ഇത്. തനക്ക്, തോട പറഞ്ഞാൽ കുറച്ച്. പിന്നെ രാജസമാജ് വലിയ രാജ്യവും സാമ്രാജ്യം തന്നെ അതിൻ്റെ അർത്ഥം, രാജ്യം. പിന്നെ ഠേലി, ഈ ലാസ്റ്റിൻ്റെ മുമ്പിലുള്ള ലൈന്, ഹൗ ആവത്ത് നാഹി ഹുത്തൗ വാഹി പട്ടയോ ഠേലി. വാഹി പട്ടയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ബാക്കിൽ കൊടുത്തിട്ടുണ്ടോന്നുണ്ട്, ഇല്ല അവിടെ. വാഹി പട്ടയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാലി ഹാത്ത് കേട്ടോ, പറഞ്ഞാൽ വെറും കൈയോടെ, ഒന്നും കൊടുക്കാതെ വെറും കൈയോടെ. ഠേലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തയക്കുക, ബേജന, ബേജന കൊടുത്തയക്കുക. പിന്നെ ലാസ്റ്റ് ലൈനിൽ ധരവ്, ധരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഖ്ന, ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും വെച്ച് കൊടുക്കുക കയ്യിൽ, അതിനെ. പിന്നെ നോക്കാം, വഹ പുലക്കനി വഹ ഉഠി മില്ലനി വഹ ആദർ കി ബാത്ത്. അപ്പോൾ ഈ വരികളിൽ പറയുന്നത് സുദാമ കൃഷ്ണനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴി. അപ്പോൾ സുദാമയുടെ മനസ്സിൽ കുറേ ആലോചനകൾ വരും ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പറ്റിയിട്ടാണ് ഈ സ്റ്റാൻസയിൽ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ പറയും, ഞാൻ വന്നു, എന്നെ സൽക്കരിച്ചു, ഭയങ്കര സത്കാരമൊക്കെ കഴിഞ്ഞു, പക്ഷേങ്കിൽ എന്താണ്, എനിക്കൊന്നും കൈ തന്നില്ല, എനിക്കൊന്നും കിട്ടിയില്ല. അതാണ് സുദാമയുടെ മനസ്സിൽ നടക്കുന്ന വിചാരങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ്. വഹ പുലക്കനി വഹ ഉഠി മില്ലനി. അപ്പോൾ വലിയ സന്തോഷമൊക്കെ ആയി. വഹ ഖുഷ് ഹോ ഗയ, പുലക്കനി പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ സന്തോഷമായി, ഭയങ്കര സുദാമയ്ക്കും സന്തോഷമായി. വഹ ഉഠി മില്ലനി, ഭയങ്കര ഗലേ മിലേ, ഹഗ്ഗൊക്കെ ചെയ്തു. പക്ഷേ കി ബാത്ത്, ഭയങ്കര പറഞ്ഞാൽ ആദർ സത്കാർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ എന്താണ്, വഹ പട്ടുവനി ഗോപാലിക്ക് കച്ചു ന ജാനി ബാത്ത്. ഈ പറ്റിക്കണ ഗോപാലനെ, ഈ പറ്റിക്കണ കൃഷ്ണനെ, പട്ടുവനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറ്റിക്കണ കൃഷ്ണനെ എന്താ വിശ്വസിക്കുക, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കൃഷ്ണനെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കൃഷ്ണൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. കച്ചു ന ജാനി ബാത്ത്, ആർക്കറിയാം അവരുടെ കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. ഘർ ഘർ കർ ഓടത്ത് ഫിരേ തനക്ക് ദഹി കെ കാജ്. കുറച്ച് തൈരിന് വേണ്ടിയിട്ട്, കുറച്ച് തൈരിനോ വെണ്ണയ്ക്കൊക്കെ വേണ്ടിയിട്ട്, ദഹി എന്ന് പറഞ്ഞാൽ തൈര് കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഘർ ഘർ കർ ഓടത്ത് ഫിരേ. ഓരോ വീടും കറങ്ങുമായിരുന്നു, അവിടെ ഇവിടെ ഓരോ വീട്ടിൽ അവിടെ ഇവിടെയും കിടന്ന് കറങ്ങുമായിരുന്നു ചെറുപ്പത്തിൽ, കുട്ടിക്കാലത്ത്. അങ്ങനത്തുള്ള കൃഷ്ണനാണ്. പക്ഷെ ഇപ്പോഴോ കഹാ ഭയോ ജോ അബ് ഭയോ ഹരി കോ രാജ് സമാജ്. കഹാ ഭയോ ജോ അബ് ഭയോ. അപ്പോഴത്തെ കൃഷ്ണനാണോ ഇപ്പോഴത്തെ? അല്ല, കഹാ ഭയോ അപ്പോഴത്തെ, അബ് ഇപ്പോഴത്തെ. അപ്പം അപ്പോഴത്തെ കൃഷ്ണനാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. ഹരിക്കോ രാജ സമാജ്, ഇപ്പോഴത്തെ ഹരിക്ക് എന്താണ്, ഭയങ്കര വലിയ രാജ്യവും സാമ്രാജ്യവും ഒക്കെയാണ് ഇപ്പോഴത്തെ, വലിയ രാജാവൊക്കെയാണ് ഇപ്പോഴത്തെ. ഹൗ ആവത്ത് നാഹി ഹുതൗ. ഞാൻ വരാനൊന്നും തീരുമാനിച്ചതല്ല. ഹൗ ആവത്ത് നാഹി, ആവത്ത് പറഞ്ഞാൽ ആന, നാഹി എന്ന് പറഞ്ഞാൽ നഹി, ഹുതൗ എനിക്ക് വരാൻ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് തീർത്തും ഇവിടെ വരാൻ ഇഷ്ടമായിരുന്നില്ല. മേ നഹി ആത്ത, എൻ്റെ അർത്ഥം മേ കഭി നഹി ആനാ ചാത്താ താ. വഹി പട്ടയോ ഠേലി. അപ്പം എന്താണ്, കാലി ഹാത്ത്, വെറും കൈയോടെ എന്നെ തിരിച്ചയച്ചു. ഠേലി എന്ന് പറഞ്ഞാൽ ബേജന, കാലി ഹാത്ത്, മുझे കാലി ഹാത്ത് ബേജ് ദിയേ അബ് കഹി ഹൗ സമുച്ചായിക്കെ ബഹുധന ധരോ സക്കേലി. പക്ഷെ ഞാൻ വരാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ആരാണ് എന്നെ, എൻ്റെ ആണ് എന്നെ ഭയങ്കര ഫോഴ്സിബ്ലി എന്നെ അയച്ചത്. അബ് കഹി ഹോ സമുച്ചായിക്കെ ബഹുധന ധരോ സക്കേലി. അപ്പോൾ നിങ്ങളുടെ മിത്രം വലിയ രാജാവൊക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലും ധനവും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് എൻ്റെ പത്നി എന്നെ അയച്ചത് കൊണ്ടാണ് വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വരാനുള്ള ഇഷ്ടമൊന്നും ഇല്ല. ഇനി ഭാവാർത്ഥം നോക്കാം. उपयुक्त पंक्तियों में कवि कृष्ण से मिलने के बाद घर लौटते समय സുധാമ के सोच के बारे में वर्णन. ഈ മേലെ പറഞ്ഞ വരികളിൽ എന്താ കവി പറയുന്നത്, കൃഷ്ണ സെ മിൽനെ കെ ബാദ് ഗൗർ ലൗട്ടെ സമയ സുധാമ ക സോച്ച് വിചാർ. അപ്പോൾ കൃഷ്ണനെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോണ സുധാമയുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. സുധാമ സോച്ച് രഹാ ഹൈ കി മുझसे मिलने से कृष्ण बहुत पुलकित हो गए. എന്നെ കണ്ടിട്ട് കൃഷ്ണന് വലിയ സന്തോഷമൊക്കെ ആയി, വലിയ ആദർ സത്കാരമൊക്കെ ചെയ്തു, और आदर किए, എല്ലാം ചെയ്തു, വേണ്ടതെല്ലാം ചെയ്തു. ഗോപാൽ കോ സമജ്ന ബഹുത് മുഷ്കിൽ ഹൈ. ഈ കൃഷ്ണനെയൊക്കെ മനസ്സിലാക്കാൻ വലിയ കഷ്ടമാണ് എന്നാ പറയണത്. മുझे ഖാലി ഹാത്ത് വാപ്പസ് ഭേജ് ദിയേ. എന്നെ വെറും കൈയോടെ തിരിച്ചയച്ചു, എനിക്കൊന്നും തന്നില്ല. എന്തൊക്കെയോ കുറച്ച് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടല്ലേ വന്നത്, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, ഒന്നും തന്നില്ല. പക്ഷേ
जो बचपन में थोड़ा सा दही मक्खन के लिए घर घर घूमता था. ഈ ചെറുതായിരിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് കുറച്ച് പിന്നെ വെണ്ണയ്ക്കും പിന്നെ തൈരിനും വേണ്ടി ആ വീടും ഈ വീടും അവിടെ മൊത്തം കറങ്ങി നടന്ന കൃഷ്ണനാണിത്. അപ്പം അങ്ങനെ ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് പ്രതീക്ഷ വെക്കാനാണ് എന്നൊക്കെയാണ് പറയണത്. ഉസ് ഹരി കാ അബ് കിത്ന ബഡാ മഹൽ ഹെ. അങ്ങനെയുള്ള ഒരു ഹരിയുടെ ഇപ്പോൾ ഇത്ര വലിയ രാജകൊട്ടാരമാണ്. പക്ഷേ ചെറുപ്പത്തിൽ എന്തായാലും ഇങ്ങനെ കറങ്ങിയതല്ലേ, അപ്പം അങ്ങനത്തെ ഉള്ളൊരിടത്ത് ഇപ്പോൾ എന്താ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കണം എന്നൊക്കെയാണ് പിന്നെ സുധാമയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വിചാരങ്ങൾ. ഫിർ ഭി കുച്ച് നഹി ദിയെ. ഇപ്പോൾ ഇത്ര വലിയ മഹൽ കൊട്ടാരമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒന്നും തന്നില്ല. ജാന നഹി ചാത്ത താ. ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല തീർത്തും. പത്നിക്ക് ബോൽനെ വജഹ സെ ഗയ. അപ്പോൾ ഭാര്യ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. സഹായത്താക്കി പ്രതീക്ഷാസെ ഗയാത്ത. എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയിൽ വന്നതായിരുന്നു. ലേക്കിൻ ജാത്തെ സമയം കുച്ച് ദിയെ നഹി. എനിക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒന്നും തന്നില്ല. കാലി ഹാത്ത് ബേസ് ദിയെ മുझे. എനിക്ക് ഒന്നും തരാണ്ട് കാലി ഹാത്ത്, വെറും കൈയോടെ തന്നെ തിരിച്ചയച്ചു. वैसोई राज समाज बने गजबाजी मन संभ्रम छायो. कैधों परियों कहु मार्ग भूली की फेरी के में अब द्वारका आयो. बौन बिलो किबे को मन लोचत सोचत ही सब गाँव मचायो. पूछत पांडे फिरे सब सो पर झोपरी को कहूँ खोज न पायो. മീനിങ്സ് നോക്കാം അതിൻ്റെ. വൈസോയി എന്ന് പറഞ്ഞാൽ വൈസാഹി, അതേപോലെ തന്നെ, അത് അങ്ങനെ തന്നെ. രാജസമാജ് രാജ്യം. ഗജ് ബാജി, ഗജ് പറഞ്ഞാൽ ഹാത്തി ആന, ബാജി എന്ന് പറഞ്ഞാൽ ഘോഡ കുതിര. സംഭ്രം ഛായോ, സംഭ്രം ഛായോ എന്ന് പറഞ്ഞാൽ ഭ്രം ഹോ ജാന, ഭ്രം ഹോ ഗയ എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക, പരിഭ്രമിച്ചു പോയി. കേഥോ പരിയോ കഹു മാർഗ്. പരിയോ എന്ന് പറഞ്ഞാൽ അഞ്ചാൻ എന്ന് പറയാം, പറഞ്ഞാൽ അറിയാതെ, മനസ്സിലാതെ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. എന്ന് പറഞ്ഞ മാർഗ് എന്ന് പറയില്ലേ ഹിന്ദിയിൽ, അതേ തന്നെയാണ് സെയിം മലയാളത്തിലും പറയില്ലേ, വഴി, റസ്ത എന്ന് പറയാം. കീ ഫേരി കെ മേ, കീ ഫേരി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് പിന്നെത്തി. കീ ഫേരി കെ പറഞ്ഞാൽ പിന്നെയും, ഫിർ ഘൂം കെ ഫിർ കെ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ബോൻ, ബോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്, ഭവൻ, ഭവൻ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ബോൻ. ബിലോ കിപേ, ബിലോ കിപേ എന്ന് പറഞ്ഞാൽ കാണുക, നോക്കുക. ലോച്ചത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലച്ച്, ഹിന്ദിയിൽ ലാലച്ച് പറഞ്ഞാൽ അത്യാഗ്രഹം എന്ന് പറയില്ലേ, ഗ്രീഡിനെസ്, അതന്നെ. മച്ചായോ, മച്ചായോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിലടിയിൽ, ഇങ്ങനെ ബീച്ച് മേ. പൂച്ചത്ത് പാടേ ഫിരേ സബ് സോ പർ ജോപ്പരി, ജോപ്പരി എന്ന് പറഞ്ഞാൽ ജോപ്പടി, രാന്നുള്ളവിടെ പിന്നെ ഹിന്ദിയിൽ ശരിയായിട്ടുള്ള വേർഡ് അതല്ലേ, കുടില്, ഹട്ട്. ഖോജ്ന പായോ, ഖോജ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരയുക, ഢൂണ്ട്ന എന്ന് പറയില്ലേ, സെർച്ച്, ഢൂണ്ട്ന. അപ്പോൾ വൈസോയി രാജ് സമാജ് ബനെ. അപ്പോൾ ഇതിലെന്താ, ഈ വരികളിൽ എന്താ പറയുന്നത്, അവിടെ എത്തി, സുധാമ തിരിച്ച് സുധാമയുടെ ആ ഗ്രാമത്തിലെത്തി. പക്ഷേങ്കിൽ എന്താണ്, അവിടെ എത്തുമ്പോഴേക്കും അവിടെ എല്ലാം അങ്ങനെ മാറി മറിഞ്ഞ് കിടക്കുകയാണ് അല്ലേ. പറഞ്ഞാൽ വീട് മാത്രമല്ല, സ്വന്തം വീട് മാത്രമല്ല, അവിടെ മുഴുവനും അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങളും മുഴുവനും, ആ മൊത്തം സ്ഥലം, മൊത്തം ഗ്രാമം മൊത്തത്തിൽ മാറിക്കിടക്കുകയാണ്. അപ്പോൾ മനസ്സിലാവണില്ല, എവിടെ എത്തി മനസ്സിലാവണില്ല. അപ്പോൾ പറ്റിയിട്ടുള്ള വർണ്ണനയാണ് കവി ഈ വരികളിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. വൈസോയി രാജ് സമാജ് ബനെ. ആ ദ്വാരകയിൽ കണ്ട അതേപോലെ, വൈസോയി എന്ന് അതേപോലെ എന്ന് പറയുന്നത് എന്താണ്, ആ കൃഷ്ണൻ്റെ ദ്വാരകയിൽ കണ്ട അതേപോലെ ഉള്ള രാജസമാജ്, എല്ലാവിടെയും അതേപോലത്തുള്ള വീടുകളും അതേപോലത്തുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഉണ്ട്. ഗജ് ബാജി ഘനെ മൻ സംഭ്രം ചായ, അതേപോലെ ഹാത്തി ഘോഡ സബ് എല്ലാം, പിന്നെ ആനയും കുതിരയും എല്ലാം അവിടെ വലിയ വലിയ കൊട്ടാരങ്ങളും ആനയും കുതിരയും എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. മൻ സംഭ്രം ഛായോ. അപ്പം എന്താണ്, മൻ ഘബരാഗയെ, മൻ ഭ്രം ഹോഗ്യ, മനസ്സെന്താണ് പരിഭ്രമിച്ചു പോയി ആകെ കൂടിയിട്ട് അത് കണ്ടിട്ട്. കേഥോ പരിയോ കഹു മാർഗ് ഭൂ. പരിയോ 5. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, അഞ്ചാനേമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ, കഹു മാർഗ് ഭൂലി, വഴി എങ്ങാനും തെറ്റിപ്പോയോ, കഹി റസ്ത ഭട്കേക്ക, കഹി ഗലത്തി സെ ഗലത് റസ്തേ മേ ആയേക്ക, മാർഗ് ഭൂലി, വഴി മറന്നോ എനിക്ക് എന്ന് തോന്നാൻ തുടങ്ങി. കീ ഫിരി കി മേ അബ് ദ്വാരക ആയേ. കറങ്ങി തിരിഞ്ഞ് ഞാൻ പിന്നെ ദ്വാരക എത്തിയോ, പറഞ്ഞത്. കഹി മേ രസ്ത ഭൂൽ ഗയാ ക്യാ, അല്ലെങ്കിൽ പിന്നാണ് കെ ഫിർസെ കഹി ദ്വാരക തോ നഹീ ആയേ, പിന്നെ ഞാൻ ദ്വാരക എത്തിയോ എന്ന് തോന്നാൻ തുടങ്ങി. പറഞ്ഞാൽ അത്രയും മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ബോൻ ബിലോ കി പേ കോ മൻ ലോചത്ത്.
ആ അവരുടെ സ്വന്തം വീടിന് വേണ്ടി വീട് എവിടെയാണെന്ന് നോക്കിയിട്ട് ബിലോക്ക് ബേ നോക്കിയിട്ട് ദേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അതേ മനസ്സിൽ വെച്ചോണ്ട് വരുമായിരുന്നു. എവിടെയാണ് വീട് ഓരോന്ന് വിട്ട് വന്നു. ഇതല്ല എന്ന് പറഞ്ഞിട്ട് സോച്ചത്ത് ഹീ സബ് ഗാവ് മച്ചോയെ അങ്ങനെ വിചാരിച്ച് എന്താണ് ആ മുഴുവനും ഗ്രാമം അവിടെ കറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ മുഴുവൻ ഗ്രാമം കറങ്ങി. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് നോക്കി ഓരോന്ന് വിട്ട് വന്നു. പൂച്ചത്ത് പാടെ ഫിർ സബ്സോ പിന്നെന്താ എല്ലാം കഴിഞ്ഞു. ആ മുഴുവൻ അവിടെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എത്തിയ സമയത്ത് എന്താണ് പിന്നെ ചോദിക്കാൻ തുടങ്ങി. പൂച്ചത്ത് പാടെ ഫിറേ സബ്സോ എല്ലാവരുടെ അടുത്തും പിന്നെ സബ്സെ പൂച്ച്കെ ഫിറേ എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ തുടങ്ങി. പിന്നെ അപ്പം അത് അവരുടെ വീടിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വീട് കണ്ടോ, അങ്ങനെ ഒരു വീട് എവിടെയാണ് എന്ന് എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ തുടങ്ങി. പർ ജോപ്പരി കോ കഹൂ ഖോജ് ന പായേ പക്ഷെ എന്താണ് ആ ആ കുടിൽ ഖോജ് ന പായേ അത് തിരയാൻ പറ്റിയില്ല, അത് തിരഞ്ഞ് കിട്ടിയില്ല എന്നാണ് പറയണത്. അപ്പോൾ സബ് ലോഗോ സെ പൂച്ച് കെ ഫിരേ ലേക്കിൻ അപ്നി ഝോപ്പടി കോ നഹി ഢൂണ്ട് പായേ നഹി ഖോജ് പായേ എന്നാണ് പറയണത്. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. പ്രസ്തുത് കാവ്यांश में कवि सुदामा द्वारका से घर पहुंचने के बाद का दृश्य का वर्णन करते हैं. സുദാമ തിരിച്ചു ദ്വാരകയിൽ നിന്ന് തിരിച്ച് അവരുടെ ഗ്രാമത്തിലെത്തി. ദ്വാരകാസെ ഘർ പहुंचने ബാദ് അപ്പനെ ഘർ സ്വന്തം വീട്ടിൽ ഗ്രാമത്തിലെത്തിയതിൻ്റെ ശേഷമുള്ള ആ ദൃശ്യങ്ങൾ ആ കാഴ്ചകൾ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് കേട്ടോ. അപ്പോൾ കവി कहते हैं कि സുദാമ को ദ്വാരക ജैसे महल वहाँ दिखाई देता है. അപ്പോൾ കവി എന്താ പറയുന്നത്, അവിടെ സുദാമയ്ക്ക് എന്താ കാണുന്നത്, അപ്പോൾ ദ്വാരക പോലെ തന്നെയുള്ള കൊട്ടാരങ്ങളും അതുപോലുള്ള ബിൽഡിങ്ങുകളും എല്ലാം അതുപോലുള്ള അവസ്ഥ. സുദാമയുടെ വീട് മാത്രമല്ല അവിടെ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. ഹാത്തി ഘോടെ ദേക്കർ മൻ ഭ്രമപ്പെടുക കുതിരയും ആനയും കുതിരയൊക്കെ കണ്ടിട്ട് ആകെ മനസ്സ് പരിഭ്രമിച്ചു പോയി. അയ്യോ ഞാനിത് എവിടെ എത്തിയോ എന്ന് വിചാരിച്ചിട്ട് ऐसा लग रहा था कहीं रास्ता भूलकर वापस द्वारका पहुंच गए. എങ്ങനെ തോന്നുന്നുണ്ടായിരുന്നത്, വഴി മറന്ന് തിരിച്ച് ദ്വാരകയിൽ എത്തിയോ എന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്ന ഭവൻ ദേക്കർ സഭി ഗാവ് വാലോസെ പൂച്ച്തെ ഫിരെ. അപ്പം ഗാവ് വാലോസെ അതിൻ്റെ മുകളിൽ ഒരു ചന്ദ്രബിന്ദു ഉണ്ട് കേട്ടോ. അപ്പം അത് എല്ലാവരുടെ അടുത്തും അപ്പോൾ ചോദിക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിലുള്ളവരടുത്തൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്താണ് കി അപ്നി ജോപ്പടി കഹാ ഹേ ഓർ വഹ അപ്നി ജോപ്പടി ഖോജ് നഹി പാ രഹേ തെ. എൻ്റെ കുടിൽ എവിടെയാണ്, ഇങ്ങനൊരു വീടുണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് മുഴുവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എന്താണ് ലാസ്റ്റിൽ അത് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. के वह टूटी सी छानी हती कहाँ कंचन के अब धाम सुहावत के पग में पनही न हती कहाँ ले गजराजहू ठाटे महावत भूमि कटोर पे रात कटे कह कोमल सेज पे नींद न आवत के जुरतो नहीं कोदो सवा प्रभु के प्रताप ते धाक न भावत. ഇതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കാൻ. ടൂട്ടി സി ഛാനി ഹതി. ടൂട്ടി സി എന്ന് പറഞ്ഞാൽ പൊട്ടിയത്, ടൂട്ടാവുക പൊട്ടിയത്. ഛാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഝോപ്പടി കുടിൽ ഹട്ട്. ഹതി കഹ കഞ്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോന ഗോൾഡ് സ്വർണം. അബ് ധാം സുഹാവത്ത്. ധാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാം എന്ന് പറഞ്ഞാൽ സ്ഥലം സ്ഥാനം എന്നും പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് മെഹൽ കൊട്ടാരം പാലസ് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കെ പഗമേ പനഹി ന ഹതി. പഗ് കാല്. പനഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് ജൂത്ത ചപ്പൽ. കഹ ഹല്ലൈ ഗജരാജഹു ഠാട്ടെ മഹാവത്ത്. ഗജരാജൻ ആനയും ആർഭാടവും എല്ലാം. ഠാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആർഭാടമായിട്ടുള്ളത് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ്. അപ്പോൾ മഹാവത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട് മീനിങ് ഹാത്തി വാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആനപ്പാപ്പാൻ കേട്ടോ. ആനപ്പാപ്പാനെയാണ് മഹാവത്ത് എന്ന് പറയുക. ഭൂമി കട്ടോർ പൈ രാത്ത് കട്ടെ കഹാ കോമൽ സേജ് പേ നീന്ത് ന ആവത്ത്. ഭൂമി കഠോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ടുള്ള. പിന്നെ സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്ക ബെഡ്. ജുറത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാപ്തോന കിട്ടുക ലഭിക്കുക എന്നൊക്കെ പറയാം. മിൽന. നഹി കോദോ സവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഘട്ടിയ കിസ്മ് ചാവൽ പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത അരി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. നല്ല ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത അരി.
പ്രതാപ്. പ്രതാപ് പറഞ്ഞാൽ കൃപാസേ. പ്രതാപ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ്. കൃപാസേ, ദയ കൊണ്ട്. പ്രഭുക്കെ പ്രതാപ്, പ്രഭു ഈശ്വരൻ്റെ ദയ കൊണ്ട്. ധാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ധാക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ ഇവിടെ ശരിയായിട്ടുള്ള മീനിങ് എന്താ വെച്ചാൽ കിസ്മിസ് ഇല്ലേ, റേസിൻസ്, കിസ്മിസ് മുനക്ക എന്ന് പറയും. കിസ്മിസും മുനക്കയും ഒരു സാധനം തന്നെയാണ്, പക്ഷേ മുനക്ക അതിൽ അകത്ത് സീഡുള്ളത് കുറച്ച് വലിയ സൈസായിരിക്കും. അപ്പോൾ ആ റേസിൻസ് ഇല്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നല്ല നല്ല ആഹാരങ്ങളെന്നാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നോക്കാം. കെ വഹ ടൂട്ടി സി ചാനി ഹതി. കെ വഹ ടൂട്ടി സി, ആ പൊളിഞ്ഞ ആ കുടിലെവിടെ. കഹ കഞ്ച് നിക്ക് അബ് ധാം സുഹാവത്, ഇപ്പോൾ ഇവിടെ സ്വർണത്തിൻ്റെ കൊട്ടാരം. കഹാ വോ ടൂട്ടി സി झोपड़ी है, अब वहाँ क्या है, സോനയ്ക്ക് ധാം, സോനയ്ക്ക് മഹൽ ഹെ വഹാ പേ. ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ജോപ്പടി, ആ കുടിലിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ആ സ്വർണം കൊണ്ടുള്ള വലിയ പാലസാണ് അവിടെ ഉള്ളത്. കെ പഗ്മേ പനഹി നഹതി, ആ കാലിൽ ചെരുപ്പും കൂടിയില്ല. കാലിൽ ചെരുപ്പും കൂടിയില്ല. പഗ്മേ പേർമേ ജൂത്തേ നഹി. ഇപ്പോൾ പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ സ്ഥാനത്ത്? കഹാ ലേ ഗജരാജ് ഹുഠാട്ടെ മഹാവത്ത്, ആനയും ആർഭാടങ്ങളും ആനപ്പാപ്പാനും ആനക്കാരനൊക്കെ കൂടിയിട്ട് അവിടെ കാത്തു നിൽക്കുക അവിടെ. ഭൂമി കട്ടോർ പൈ രാത്ത് കട്ടേ, ആ ഭൂമി കട്ടോർ ഭൂമിയിൽ വിരിപ്പ് വിരിക്കാനും ബെഡും ഒന്നുമില്ല, കട്ടിലും വിരിപ്പും ഒന്നുമില്ല. അങ്ങനെ കഠോർ ഭൂമിയിൽ, ആ ഹാർഡായിട്ടുള്ള ആ ഭൂമിയിൽ ആണ് കിടക്കുന്നുണ്ടായിരുന്നത് ഇവർ. പക്ഷേ ഇപ്പം എന്താണ് അതിൻ്റെ സ്ഥാനത്ത് കഹ കോമൽ സേജ്. ആ കോമൽ സേജ്, ഭയങ്കര കോമൽ പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നല്ല നല്ല ബെഡുകൾ. കോമൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള, മുലായം എന്നും പറയാം ഹിന്ദിയിൽ കേട്ടോ. ബെഡ്, സേജ്, ബെഡാണ് അതിൻ്റെ സ്ഥാനത്തിപ്പോൾ. അതിലെന്താ പക്ഷേ നീന്തിന ആവത്ത്, പക്ഷെ അങ്ങനത്തെ ഉള്ളതിൽ എന്താ ഞങ്ങൾക്ക് ഉറക്കം വരില്ല എന്നാണ് പറയണത്. അപ്പോൾ കഠോരമായിട്ടുള്ള വെറും തറയിൽ കിടന്ന ഇപ്പോൾ തറയിൽ കിടന്നതാണ്. പക്ഷേ ഇപ്പം എന്താണ് അതിൻ്റെ സ്ഥാനത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെത്തകൾ, നല്ല ബെഡുകളാണ് ഇപ്പം അതിൻ്റെ സ്ഥാനത്ത്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. കെ ജുർത്തോ നഹി കോതോ സവാ. ജുർത്തോ എന്ന് പറഞ്ഞാൽ കിട്ടുക. അപ്പോൾ ആദ്യം എവിടുന്നെങ്കിലുമൊക്കെ പിന്നെ യാചിച്ചു കൊണ്ടുവന്ന് കിട്ടിയ അരിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴോ പ്രഭുക്കെ പ്രതാപ് തേ ധാക് ന ഭാവത്ത്. പ്രഭുവിൻ്റെ കൃപ കൊണ്ട്, ഈശ്വരൻ്റെ കൃപ കൊണ്ട്, കൃപയാൽ എന്താണിപ്പോൾ വളരെ അധികം നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സുദാമ അവിടെ വന്ന് നോക്കിയതിന് ശേഷം ആദ്യം മനസ്സിലായില്ല അല്ലേ, പിന്നെ അത് കഴിഞ്ഞ് മനസ്സിലായതിൻ്റെ ശേഷം ഉള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. इन पंक्तियों में कवि सुदामा के मन के विचार के बारे में वर्णन करते हैं जब वे असली बात समझ गए. അപ്പോൾ സുദാമയുടെ മനസ്സിലെ വിചാരങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. എപ്പോഴത്തെ വിചാരങ്ങളാണത്? അസ്ലി ബാത് സമജ് ഗേ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഉള്ള പിന്നെ മനസ്സിലെ വിചാരങ്ങൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. സുദാമ കൃഷ്ണയ്ക്ക് ഗുൺഗാൻ കർത്തെ ഹുവേ കേത്തെ ഹേ കി, സുദാമ കൃഷ്ണൻ്റെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് ഗുണഗാൻ കർത്തെ ഹുവേ പറയുന്നു. ജഹാൻ ടൂട്ടി ഹുയി ജോപ്പടി തീ, അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ കുടിലായിരുന്നു അവിടെ. പക്ഷേ ഇപ്പം എന്താണ്? വഹാ അബ് സോനി കാ മെഹൽ ഖടാ ഹെ, സ്വർണത്തിൻ്റെ കൊട്ടാരമാണ് ഇപ്പോൾ അവിടെ. പെഹന്നെ കോ ജൂത്തെ നഹീത്ത, കാലിലിടാൻ ചെരുപ്പ് കൂടി ഉണ്ടായിരുന്നില്ല. ജൂത്തെ നഹീത്ത, അപ്പോൾ അവിടെ എന്താണ് അതിൻ്റെ സ്ഥാനത്ത്? നടക്കേണ്ട ആവശ്യം കൂടിയില്ല. അപ്പോൾ എന്താണ്? ഹാത്തി മഹാവത് ഖടാ ഹെ, അപ്പോൾ ആനയും ആനപ്പാപ്പനും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത് ഇവരെ കൊണ്ടുപോകാൻ. അബ് കഠോർ ഭൂമി മെ സോത്തെ തെ, കഠോർ ഭൂമിയിൽ ഇപ്പോൾ വരെ ഉറങ്ങുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴോ വഹാ അബ് കോമൽ ഗദ്ദ ബിച്ചാഹെ, ഗദ്ദ എന്ന് പറഞ്ഞാൽ ബെഡ് തന്നെയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുലായം ഗദ്ദ അവിടെ ഇട്ടിരിക്കുന്ന അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ. ജിസ്മെ ഹമേ നീന്ത് നീ ആത്തി, പക്ഷേ എന്താണ് ഞങ്ങൾക്ക് അതിൽ ഉറക്കം വരില്ല, കാരണം അങ്ങനെയൊന്നും പഴക്കമില്ല ഇതുവരെ. ജഹാ ഘട്ടിയ ചാവൽ മാങ്കർ ഖാത്തെ തെ, അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ ഒരു ക്വാളിറ്റിയൊന്നും ഇല്ലാത്ത കിട്ടിയ വെളിയിൽ നിന്ന് യാചിച്ചു കൊണ്ടുവന്ന് ഇത് കഴിക്കുമായിരുന്നു, അരി, ആ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പോൾ അവിടെ എന്താണ്? കിഷ്മിഷ്, മുനക്ക, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഉള്ള നല്ല നല്ല ആഹാരങ്ങൾ. ജെസെ അച്ചി മൻചാഹെ ഖാന റക്കായ, നമുക്കിഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ട നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഇപ്പം അതിൻ്റെ സ്ഥാനത്ത് അവിടെ വെച്ചിരിക്കുന്നു. യെ സബ് ഭഗവാൻ കി കൃപാ സെ ഹി ഹുവാ ഹെ, എന്താ പറയുന്നത്? ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ശ്രീ
ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത് എന്ന് സുദാമയ്ക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത്, സുദാമ और कृष्णन के मिलन है, രണ്ടുപേരുടെയും കൂടിക്കാഴ്ചയാണ് ഇതിൽ. സുദാമ और कृष्णन के मिलन के बारे में कवि कहते हैं इसमें. പിന്നെന്താണ് സുദാമ का दयनीय अवस्था के बारे में वर्णन करते हैं. പിന്നെന്താണ് കൃഷ്ണ के अपने मित्र के प्रति स्नेह जताते हैं അല്ലേ, അവരുടെ ചങ്ങാതിയോട് ഉള്ള സ്നേഹവും കടപ്പാടും ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെന്താണ് ബീച്ച് മേ थोड़ा सा നോक ജോക്ക് भी होते हैं, കുറച്ച് തമാശകളും ഒക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ് കൃഷ്ണके मित्रता का धर्म का पालन, ये सब क्या है कवि बहुत उदारता से वर्णन किए हैं यहाँ पे. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ.